അപ്പോൾ ഇവിടെ മുഹമ്മദിന് അസൂയ ഉണ്ടാകാൻ കാരണം എന്താണ്? നിരക്ഷരനായ മുഹമ്മദ് ഖുർആൻ കവിതാരൂപത്തിൽ ചൊല്ലുന്നു. അതേപോലെ തന്നെ എഴുത്തും വായനയും അറിയാവുന്ന വേറെ ഏതെങ്കിലും അറബി തൻ്റെ കവിതയും കവിതാരൂപത്തിൽ തന്നെ ചൊല്ലുന്നു. അപ്പോൾ രണ്ട് കവിതകൾ തമ്മിലുള്ള മത്സരമാണ് ഇവിടെ. സാധാരണഗതിയിൽ സാക്ഷരനായ ഒരു വ്യക്തിയുടെ കവിതയ്ക്ക് ഗുണം കൂടുതലുണ്ടാകും. ഈ ഉള്ളടക്കത്തിൻ്റെ ഗുണമല്ല ഞാൻ പറഞ്ഞത്, അതിന് സാക്ഷരതയേക്കാൾ ഉപരി സർഗാത്മകതയും ഭാവനാത്മകതയും ഒക്കെയാണ് വേണ്ടത്, ഭാവനാസമ്പന്നതയാണ് അതിന് വേണ്ടത്. എന്നാൽ വേറെ ചില ഗുണങ്ങൾ സാക്ഷരനായ ഒരാളുടെ കവിതയിലുണ്ടാകും. അക്ഷരത്തെറ്റുകൾ ഉണ്ടാകില്ല, അതുപോലെ വ്യാകരണ പിശകുകൾ അതൊന്നും ഉണ്ടാകുകയില്ല. എന്നാൽ നിരക്ഷരനായ ഒരാളുടെ കവിതയിൽ വ്യാകരണ പിശകൊക്കെ കണ്ടേക്കും. അക്ഷരത്തെറ്റ് കാണുമെന്ന് പറയാൻ പറ്റില്ല, കാരണം അയാൾ എഴുതുന്നില്ലല്ലോ, എഴുതുമ്പോഴാണല്ലോ അക്ഷരത്തെറ്റ് വരുന്നത്. അപ്പോൾ വ്യാകരണ പിശകുകൾ ഇതിനകത്ത് ഈ ഒരു നിരക്ഷരനായ വ്യക്തിയുടെ കവിതയിൽ വ്യാകരണ പിശകുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഖുർആൻ്റെ അകത്ത് ഇഷ്ടംപോലെ